അന്ന് ഞാൻ പാസ്പോർട്ട് മടക്കി വെച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഞാൻ ഈ പാസ്പോർട്ട് തുറക്കുന്നുണ്ടെങ്കിൽ പടത്തിന് വേണ്ടിയിട്ട് തുറക്കത്തുള്ളൂ. അയ്യോ, അതെന്തൊരു ചോദ്യം. ഞങ്ങൾ കടലും കടന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നത് നിങ്ങൾ പടം കാണുക. വാഴയായിട്ട് ജീവിച്ചാൽ ഞങ്ങളില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇവരെ കൊണ്ടുവരും, ഇല്ലെങ്കിൽ ഇവര് തന്നെ സ്വന്തമായിട്ട് സിനിമ പിടിച്ചു വരും. വഴി വെട്ടിത്തെളിച്ച് അവർ വരും. നമ്മളായിട്ട് ആരെയും കൊണ്ടുവരേണ്ടതായിരുന്നു. സിജു എന്നുള്ള പേജാണ് പ്രിയ മഞ്ജു അങ്ങനെയുള്ള പേജ് നല്ല. അല്ലല്ല, അതിപ്പം നിങ്ങൾ അത് പ്രോയൊക്കെ ചെയ്യുന്നതല്ലേ. നമ്മൾ അങ്ങനല്ല, നമ്മളെ ഡയറക്റ്റ് നമ്മുടെ ആവശ്യമാണല്ലോ അത്. തിരിച്ചറിയുന്നതും സെൽഫി എടുക്കുന്നതും എനിക്ക് വലിയൊരു ഇതായിട്ട് തോന്നില്ല. എനിക്ക് എപ്പോഴും എൻ്റെ ഫേസ് ഫോണിൽ നിന്ന് സംസാരിക്കാനും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് കറങ്ങാനാണ് താല്പര്യം. ഞാൻ ഇതുവരെ കോപ്പി അടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ബിറ്റ് വെച്ചിട്ടില്ല. എല്ലാം പോകും. പക്ഷെ എനിക്ക് നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ എപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഇതിലും ഭേദം വാഴ വെച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇവനൊക്കെ എന്ത് വാഴയാണെന്ന്. വാഴ എന്ന് പറയുന്നത് എപ്പോഴും ഒരു തിരസ്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ പേരായിട്ട് തോന്നാറുണ്ട്. അത്തരത്തിലൊരു പേരെടുത്ത് ആ പേരൊരു സിനിമയ്ക്കിട്ട് ആ സിനിമ സക്സസ് ആയി ആ വാഴയിൽ തലേ ചുമന്ന് ഇവർ ദുബായിലെത്തിയിട്ടുണ്ട്. സ്വാഗതം ചെയ്യാം വാഴ. സ്വാഗതം ചെയ്യാം. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ട മുഖങ്ങളാണ്, എല്ലാവരെയും അറിയുകയും ചെയ്യാം. അനു, സാഫ്, അമിത്, പിന്നെ ഡയറക്ടർ സാറ് വിപിൻ ആൻഡ് സിജു ജോമൻ. അപ്പോൾ ആദ്യം ചോദ്യം തന്നെ ഡയറക്ടറിൻ്റെ അടുത്തേക്ക് കേട്ടോ. മുത്തുകു എന്ന സിനിമയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം അതൊരു കോമഡി ജോണറിലുള്ള ചിത്രമാണ്. അതിനുശേഷം അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മറ്റൊരു ജോണറിലുള്ള സിനിമ ചെയ്തു. വീണ്ടും കോമഡിയിലേക്ക് വരുന്നു. പൊതുവെ എഴുത്തുകാർ പറയുമ്പോൾ പേനയാണ് എൻ്റെ ആയുധം, അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. അത് കോമഡി ആണെന്നുള്ള സിനിമയല്ല. എനിക്കൊന്നും അങ്ങനെ ഒരു കോമഡി സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഗുരുവായൂരമ്പല നടയിലായിരിക്കും. കോമഡി ഫോക്കസ് ചെയ്ത സിനിമ. നമ്മൾ സീരിയസ് ആയിട്ട് നാട്ടുകാർ കോമഡി ആക്കണം. നാട്ടുകാർക്ക് അത് ചിരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു സർക്കാസ്റ്റിക് സിനിമയാണ്. അത് കണ്ടിട്ട് ചിരിക്കാത്ത ആൾക്കാരും ഉണ്ട്. അപ്പം അത് ജയ ആണെങ്കിലും വാഴയാണെങ്കിലും കണ്ടിട്ട് ചിരിക്കാത്തവരുണ്ട്, കണ്ട് ഇമോഷണൽ ആയവരുണ്ട്, എന്നാൽ അതിനകത്തുള്ള കോമഡി മനസ്സിലായവരുണ്ട്. അപ്പോൾ അതൊരു സർക്കാസ്റ്റിക് സ്പേസ് ആണ്. അപ്പോൾ അതൊരു കോമഡി ആയിട്ട് എഴുതുന്നതല്ല. അത് നമുക്ക് ഇന്നത് കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് കോമഡി ആയിരിക്കില്ല. ഈ സർക്കാസം എന്ന് പറഞ്ഞ സാധനം നമ്മളത് റിലേറ്റ് ചെയ്തില്ലെങ്കിൽ പാളിപ്പോൾ ഭയങ്കര റിസ്ക് ഉള്ള സാധനമല്ലേ? റിസ്ക് ചിലപ്പോൾ നമ്മുടെ രീതി അതുകൊണ്ടായിരിക്കും എനിക്കത് പ്രശ്നം. എനിക്കത് കുറച്ച് ഈസിയാണ്. ഇപ്പോൾ ഗുരുവായൂരമ്പലയുടെ ചെയ്യാൻ പാടുള്ള പടം ഇത് രണ്ടും എനിക്ക് അത്രയും പാടുള്ളതല്ല. അപ്പോൾ ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ രീതി കൊണ്ടായിരിക്കാം. അന്താക്ഷരി പക്ക ഒരു ത്രില്ലർ മൂവി കൊണ്ടല്ലേ. അപ്പം നമുക്ക് അതിനകത്തൊരു ഇമോഷണൽ ബോണ്ട് വേണമെന്നില്ല അതിനകത്ത് സിനിമ ചെയ്യണം. അതിനകത്തൊരു ഫിലിം മേക്കർ ഉണ്ടായിരുന്നാൽ മതി. അത് ആ ഫിലിം മേക്കറാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിലേക്ക് വരുമ്പം എഴുത്തുകാരനുമാണ് പണം മുടക്കിയിട്ടുണ്ട്. അതായത് മറ്റേ പൊതുവെ പറഞ്ഞ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറയും പോലെ വലിയ കാശ് അപ്പം എൻ്റെ ഞാൻ ഇങ്ങനെ പൈസ മുടക്കി. അപ്പം അമിത്തിലേക്കുള്ള ഡയറക്ടർ പേര് അമിത് അല്ലേ? ആനന്ദിലേക്കുള്ള ഒരു യാത്ര ഉണ്ടല്ലോ. അസിസ്റ്റന്റ് ഡയറക്ടർ ആണോ പഴയത്? അല്ലല്ല, ആനന്ദ് എൻ്റെ ഒരു സുഹൃത്താണ്. അവൻ ഗൗതമൻ ചെയ്ത ആളാണ്. അപ്പം എൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയപ്പോൾ എൻ്റെ ആദ്യത്തെ തീരുമാനം ഇപ്പം ഞാൻ ഞാൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ പോലത്തെ ഒരു സ്ട്രാറ്റജിയുള്ള സിനിമ തന്നെയാണ് വാഴ. അപ്പോൾ രണ്ടും ഒരേ മൂഡിലുള്ള പടം ഞാൻ ചെയ്യുന്നില്ലെന്ന് ഓൾറെഡി തീരുമാനിച്ചു. അപ്പം പ്രൊഡക്ഷൻ ഹൗസ് WBT തുടങ്ങുമ്പോൾ ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴൊക്കെ മുൻപ് കഴിഞ്ഞിട്ട് ഒരു 5-6 വർഷം പാളി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പടം ചെയ്തിട്ട് പിന്നെ രണ്ടാമതൊരു അവസരം കിട്ടാതെ അത്യാവശ്യം ടാലൻറ്റഡ് ആയിട്ട് ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ഫ്രണ്ടിൽ തന്നെ ആനന്ദുണ്ടായിരുന്നു. ഒരു 3-4 രഥം ആ സമയം മുതൽ എനിക്ക് പുള്ളി അറിയാം. അപ്പോൾ അതുകൊണ്ട് ആനന്ദിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് എന്നാൽ ആനന്ദ് ചെയ്യട്ടെ എന്ന് തീരുമാനിച്ചിട്ടാണ് ആ സിനിമ ആനന്ദിലോട്ട് എത്തുന്നത്. വിപിൻ്റെ തോളിലേറെ നല്ല കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. ഒരു വർഷം 200-ൽ കൂടുതൽ മലയാള, ഒരു വർഷം 6 മാസം അത്ര ഇറങ്ങിയിട്ടുണ്ട്. അപ്പം 400-ന്റെ അടുത്തൊക്കെ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഒരു സംവിധായകനോ തിരക്കഥാകൃത്തോ എന്തായിരിക്കും അവരുടെ സർവൈവിങ് പാത്ത് എന്ന് പറയുന്നത്? സിനിമ മസ്റ്റ് വാച്ച് ആക്കി മാറ്റുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ജീവിതമാർഗം കൂടെയാണല്ലോ. ജീവിതമാർഗമായിട്ടാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആ സിനിമ വർക്കാവാൻ പോകുന്നില്ല. സിനിമ നമുക്ക് എന്താ പറയുക, ഒരു തൊഴിലായിട്ട് കാണണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം അത് സിനിമയിൽ എന്ത് കാര്യവും ഇപ്പോഴത്തെ ഒരു പ്രൊഫഷൻ രീതി വെച്ചിട്ട് എല്ലാത്തിലും ബെസ്റ്റ് ഡെലിവറി ചെയ്തില്ലെങ്കിൽ ആളുകൾ പുറകിലോട്ട് പോകും. അതിപ്പോൾ സിനിമയിൽ മാത്രമല്ല, മീഡിയയിലാണെങ്കിലും ഇപ്പോൾ ക്രിക്കറ്റിലാണെങ്കിലും ഏത് ഫീൽഡിലെടുത്താലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 10 പേർക്ക് സർവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം ഒരു ഫൈനൽ 11-ൽ മാത്രമേ ഇപ്പോൾ നിൽക്കുന്നുള്ളൂ സിനിമയാണ് എന്ത് ഫീൽഡിലും. അപ്പോൾ അതുകൊണ്ട് അതിലോട്ട് എത്തണമെങ്കിൽ പണിയെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ജീവിതമാർഗത്തിനേക്കാൾ കൂടുതൽ അത് സർവൈവലാണ്. അങ്ങനത്തെ ഒരു സ്പേസിലാണ് ഇപ്പം മനുഷ്യൻ്റെ ഒരു പോക്ക്. അപ്പോൾ ആ സ്പേസിലോട്ട് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് സിനിമ ചെയ്യുന്നതിൻ്റെ ഭാഗം. ഒരു പഴയ കാലഘട്ടത്തിൽ നിസാർ സാറ് അല്ലെങ്കിൽ ഒരു കൂട്ടം ചെറുപ്പക്കാരെ വെച്ച് സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഒരു കാലഘട്ടം വരെ നിലനിന്ന് പോയിട്ടുണ്ട്.
പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവരെല്ലാം സോഷ്യൽ മീഡിയയിൽ എല്ലാ മുഖങ്ങൾ കണ്ടു, ഇവരുടെ മുഖങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരുടെയും സർവൈവിങ് എങ്ങനെയായിരിക്കും? അല്ല, ഞാൻ നമ്മൾ അപ്പോൾ നിസാറിനൊക്കെ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്ത് അങ്ങനത്തെ സിനിമകൾ ചെയ്യുന്നതെല്ലാം ഇപ്പോൾ മിമിക്സ് പരേഡ് പോലത്തെ സിനിമകളൊക്കെ അവർ കോമഡി മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം ഇപ്പോൾ വാഴയാണെങ്കിലും ഇപ്പോൾ ജയ ആണെങ്കിലും നമ്മൾ ചെയ്ത ഈ ജോണറുള്ള സിനിമകളിലൊക്കെ കോമഡി മാത്രമല്ല, അതിനകത്ത് ഫാമിലി ഉണ്ട്, അതിനകത്തൊരു കണ്ടന്റ് ഉണ്ട്, ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ ആ ഏരിയയിൽ ഇവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കോമഡി മാത്രമല്ല ഹാൻഡിൽ ചെയ്തിരിക്കും, ഇവരെല്ലാം ഇമോഷൻസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സീനിയർ നടന്മാരുടെ ഒപ്പത്തിനൊപ്പം നിന്ന് അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു ടാലൻറ്റഡ് ആക്ടേഴ്സാണെന്ന് അവർ പ്രൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വെറും കോമഡി സിനിമയാണെന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നൊരു സിനിമയിലല്ല ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ സക്സസ് കാണിക്കുന്നതും അവർക്ക് ഇപ്പോൾ വരുന്ന പുതിയ ഓഫറുകൾ കാണിക്കുന്നതും അവർ ആസ് എ ആക്ടർ അവർ വേറെ ലെവലിലോട്ട് പോയെന്നാണ്. ആ ഒരു റീൽസ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് മാറി ഒരു ആക്ടറായി മാറി എന്നുള്ളതാണ് അവർ. ഇത് 2 സിനിമകളിൽ നിങ്ങൾ എടുത്തു വെച്ചിട്ട് നിങ്ങളങ്ങ് അഴിച്ചു വിടുകയാണ്, മക്കളെ പൊക്കോ ഇനിയൊക്കെ പൊക്കോ. അപ്പോൾ അടുത്ത സിനിമയിൽ ഇവർ വാഴ 2 ഇവർ തന്നെ ആയിരിക്കുമല്ലേ? ഇവരെല്ലാവരും ഉണ്ട്. അപ്പം അഴിച്ചു വിടുക എന്നുള്ളതല്ല, ബേസിക്കലി അവരുടെ ടാലന്റ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഹൈലൈറ്റ്. ഇനി ഇവരോട് ചോദിക്കാം, നിങ്ങൾ 2 സഹോദരങ്ങളാണ്. ഫസ്റ്റ് സിനിമ ഇതല്ലല്ലോ? ഏതാ ഫസ്റ്റ് സിനിമ? ഫസ്റ്റ് ഫിലിം നമ്മൾ ടിക്കിറ്റാക്കിയാണ്, ഷൂട്ട് കഴിഞ്ഞിട്ടില്ല. രോഹിത് ചേട്ടനാണ് ആദ്യമായിട്ട് നമ്മളെ സിനിമയിലേക്ക് വിളിക്കുന്നത്, ഒരുമിച്ച് തന്നെ വിളിച്ചത്. ടിക്കിറ്റാക്ക ആസിഫ് അലീനെ വെച്ചിട്ട്. അപ്പോൾ അത് ഷൂട്ട് ഇപ്പോൾ പുള്ളിക്ക് അതെ പുള്ളിക്ക് കാല് ഇഞ്ചുറി ആയ കാരണം മുടങ്ങി കിടക്കാണ് പടം. അത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അരുൺ ഡി ജോസ് നമ്മൾ 18+ വിളിച്ചത്. അത് നമ്മൾ ഒരുമിച്ചാണ് വിളിച്ചത്. 18+ ഷൂട്ട് കഴിഞ്ഞ സമയത്താണ് വിപിൻ ചേട്ടൻ ഗുരുവായൂർ അമ്പലങ്ങളിൽ വിളിക്കുന്നത്. എത്ര കണ്ടന്റ് നിങ്ങൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്? 200 മുകളിലൊക്കെ കണ്ടന്റ് ഇട്ടിട്ടുണ്ടല്ലോ. കുറവാണ് തോന്നുന്നു. നമ്മൾ ചെയ്തങ്ങനെ സെറ്റായി വന്നപ്പോഴത്തേക്കും സിനിമയിൽ വിളിച്ചു. പോയിട്ടുണ്ടോ? ചാൻസ് ചോദിച്ചു പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കിട്ടുമെന്ന് അറിയില്ലായിരുന്നു. സിനിമ ഒരിക്കലും ഡ്രീം ചെയ്തിട്ടില്ല. എവിടെയോ നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ ഒരു ആഗ്രഹം ഉണ്ടെന്നല്ലാതെ സിനിമ ഡ്രീം ചെയ്യാതെ എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടന്റ് ഇടാൻ തുടങ്ങിയത്? റിലേറ്റഡ് ടു സിനിമയല്ലോ, ഓരോ മറ്റേ പണ്ടാബിയുടെ ക്യാരക്ടർ പോലത്തെ അതിലുള്ള താത്ത പരിപാടിയൊക്കെ. അപ്പോൾ അത് എടുക്കാൻ കാരണം എന്താ? അതൊരു ഒരു സൊസൈറ്റീനെ മലബാർ ഏരിയയിലുള്ള ഒരു ഇത്താനെ റെപ്രസെന്റ് ചെയ്യണം. അങ്ങനത്തെ ആൾക്കാർ കുറേ ഉണ്ട്. അനാവശ്യമായിട്ട് ഇല്ല നമ്മുടെ വീട്ടിൽ മുത്തുമാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ പേടിയാണ്. അവർ സംസാരിക്കുമ്പോഴൊക്കെ ഇവർ നമ്മളെ കളിയാക്കും, ഇവർ നമ്മളെ വെച്ച് കണ്ടന്റ് ചെയ്യുന്നൊക്കെ ഉള്ളൊരു സംസാരമൊക്കെ വരും. അപ്പോൾ അതൊക്കെ റെപ്രസെന്റ് ചെയ്ത കുറച്ച് മെസ്സേജസ് ഒക്കെ കൊടുത്തുള്ള ഒരു സാധനമാണ് ഉദ്ദേശിച്ചത്. രണ്ടുപേരും കൂടെ അല്ല അങ്ങനൊന്നുമില്ല, ഒരുമിച്ച് അങ്ങ് ചെയ്യും. കോണ്ടന്റ് കിട്ടിയാൽ പിന്നെ അത് ഓൺ ദ സ്പോട്ടിൽ ഡെവലപ്പ് ചെയ്ത് അങ്ങനത്തെ പരിപാടിയാണ്. വരുമാനം വന്നു തുടങ്ങിയായിരുന്നു യൂട്യൂബിൽ നിന്ന്? വന്നിരുന്നു. അങ്ങനെയായിരുന്നു നമ്മളെ. ഇനി അത് കണ്ടിന്യൂ ചെയ്യുമോ? ഇല്ല, ഇനിയിപ്പോൾ അത് പറ്റൂല. ഇനിയിപ്പോൾ സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം. കാരണം നമുക്കൊരു അപ്ഡേഷൻ കിട്ടി, നമ്മളൊരു സിനിമ എന്നുള്ളൊരു ഇതിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനാണ് ആഗ്രഹം. ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്ന പരിപാടി എങ്ങനെയായിരുന്നു? ഞാൻ കൊച്ചിയിലെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. സിനിമ ആ സീരിയൽ ചെയ്തിട്ടുണ്ട്. ബെൻ ജോൺസൺ ആണ്ടവൻ എന്നുള്ള സിനിമകളിലെല്ലാം മണിച്ചൻ്റെ കുട്ടിക്കാലം. അല്ല പുത്തിരിയല്ലെന്നില്ല, ഉണ്ടായിരുന്നു. ചോദിച്ച ചോദ്യത്തിന് അങ്ങനെ ചെയ്തിട്ടുണ്ട്, പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ചാൻസ് ചോദിച്ച് കിട്ടിയതാണോ അല്ലാതെ നിങ്ങളല്ലാതെ മേടിച്ചാണോ? ഇത് ചാൻസ് ചോദിക്കേണ്ടടുത്ത് ചോദിക്കും, നമ്മൾ ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. ഒരുപാട് ചോദിക്കാറുണ്ട് ഇല്ലേ? എനിക്ക് ഇത് 2017 മുതൽ അറിയാം. അല്ല, സ്ഥിരമായിട്ട് വിളിക്കാം, നമുക്ക് അറിയാം, വർഷങ്ങളായിട്ട് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് അറിയാം. കാണുമ്പോൾ ചെറുപ്പമുള്ള ആളുടെ പ്രായം ഉണ്ടല്ലേ? എനിക്ക് പ്രായമുണ്ട്. കുഴപ്പമില്ല.